शाकम्भरीं शताक्षीं च दुर्गां देवीं नमाम्यहं। शाकान फलसम्पूर्णा लोकानां हितकारिणी। ഇത് ശാകംഭരി ദേവിയെ സ്തുതിക്കുന്ന ഒരു പ്രശസ്ത ശ്ലോകമാണ്. രശ്മി തന്നെയാണ് ഇത് ചൊല്ലിക്കേൾപ്പിച്ചതും. അത് കേട്ടപ്പോൾ വളരെ ആകർഷകമായിട്ടുള്ള, വളരെ ഗുണകരമായിട്ടുള്ള ഒരു ദേവീ സങ്കല്പത്തിൻ്റെ ഭാഗം. ഇപ്പോൾ ദേവിയെക്കുറിച്ച് കുറേ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദേവീ സങ്കല്പവും ദേവീ മാഹാത്മ്യവും ഭഗവത്ഗീതയും ഒക്കെ ചേർന്നിട്ട് ആ സമയത്ത് തന്നെയാണ്, അല്ലെങ്കിൽ അതേ ചിന്തകൾ വന്ന അതേ സമയത്താണ് രശ്മിയുടെ ഈ നുറുങ്ങുകളും. എല്ലാ ശാഖകളും ഫലങ്ങളും ഫലമൂലാദികളും നൽകി ലോകത്തെ പോഷിപ്പിക്കുന്ന 100 കണ്ണുകളുള്ള ഭൂമിദേവി തന്നെയാണ് അമ്മ. ആ അമ്മയിൽ ഫലമൂലാദികൾ തരുന്ന ദുർഗാദേവിയായ ദേവീ സങ്കല്പത്തിൽ മറ്റൊരു വ്യത്യസ്തമായ മുഖം ശാകംഭരി ദേവിയെ നമ്മൾ ഈ ശ്ലോകത്തിലൂടെ കാണുന്നത്. സകല ലോകങ്ങളുടെയും ഹിതം ചെയ്യുന്ന മാതാവാണെന്നത്. സകല ലോകങ്ങളുടെയും ഹിതം, എല്ലാ ലോകങ്ങളുടെയും ഹിതം എന്താണ്? ലോകാനാം ഹിതകാരിണീം, എല്ലാ ലോകങ്ങളുടെയും ഹിതം ചെയ്യുന്ന, എല്ലാവർക്കും ഗുണം ചെയ്യുന്ന, ശാകാന്ന ഫല സമ്പൂർണാം, ശാകം എന്ന് പറഞ്ഞാൽ ഫലമൂലാദികളാണ്, ഭരീം ഭരിച്ചിരിക്കുന്നവർ, ശതാക്ഷീം 100 കണ്ണുകളുള്ള, ച ദുർഗാം ദേവീം ദുർഗയുടെ അവതാരം തന്നെയാണ്, നമാമ്യഹം ഞാൻ നമിക്കുന്നു, നമസ്കരിക്കുന്നു എന്നാണ്. എന്ത് രസകരമായ ഒരു ദുർഗാദേവിയുടെ അവതാരമാണ് ശാകംഭരി ദേവി എന്ന് നമുക്ക് കാണാൻ പറ്റും. പച്ചക്കറി എന്നാണ്, ഭരി ധാരിണി എന്നാണ്. ശാകംഭരി ആ നാമം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു ദുർഭിക്ഷകാലത്ത് ഭൂമിയെ ജീവജാലങ്ങളെ രക്ഷിക്കുന്നതിനായി ശരീരത്തിൽ നിന്ന് പച്ചക്കറിയും ധാന്യങ്ങളും ഉൽപ്പാദിപ്പിച്ച് ലോകത്തെ പോഷിപ്പിക്കുന്നുവെന്ന് ദേവിയുടെ ശ്ലോകത്തിലൂടെ നമ്മൾ പഠിക്കുകയാണ്. ഇത് കഴിഞ്ഞപ്പോഴാണ് രശ്മിയുടെ ഈ തോന്നലുകൾ പറഞ്ഞത്. ഒരിക്കൽ ഞാനൊരു അമ്പലത്തെ കുറിച്ച് കണ്ടു. സൗത്ത് ഇന്ത്യയിൽ തന്നെയാണ്. എവിടെയാണെന്ന് എനിക്ക് അത്ര ഒരു തിട്ടമില്ല. അപ്പൊ ആ ഭഗവതി, അപ്പൊ അത് ആ പ്രതിഷ്ഠയെ കുറിച്ച് അറിയാൻ ഇങ്ങനെ എനിക്കിഷ്ടമാണ്. ഇങ്ങനെ അവിടുത്തെ ഓരോ ചൈതന്യങ്ങൾ അത് എന്ത് ബേസ് ചെയ്താണ്, നമുക്ക് എന്ത് ഭാവത്തിലാണെന്നുള്ളത് അറിയാൻ ഒരു ഇഷ്ടമുള്ളതുകൊണ്ട് ഞാനിങ്ങനെ അതൊക്കെ പോയി വായിച്ചു നോക്കി. അപ്പൊ പേര് കേട്ടപ്പോഴാണ് ശാകംഭരി. അത് ആ അമ്മ തന്നെ മക്കൾക്ക്, ഭൂമിയിലെ ജനങ്ങൾക്ക് ഭക്ഷണമായിട്ട് ഫലങ്ങളായും ഇതായും പച്ചക്കറിയായും നദിയായും ഒക്കെ ഒഴുകി എന്ന് പറഞ്ഞ അമ്മയുടെ കണ്ണില മക്കള് ഭക്ഷണം കഴിക്കാതെ ഇരിക്കുന്നതിന്റെ ആ ഒരു സങ്കടം കണ്ടപ്പം അമ്മയുടെ കണ്ണിന്ന് വെള്ളം ഒഴുകിയിട്ട് അത് നദിയായി മാറിയതും ഒക്കെ വായിച്ചപ്പോ സത്യം പറഞ്ഞ എന്റെ ഭഗവാനെ, എന്തൊരു സ്നേഹമാണ് ആ ചൈതന്യത്തിന്, എന്തൊരു മനസ്സാണ് ആ ചൈതന്യത്തിന്. അങ്ങനെ ആ ലോകത്തിലെ ആ മക്കൾക്കെല്ലാം അത് ഒരു അമ്മയുടെ മനസ്സ്, അത് എത്ര ഒരു ബ്യൂട്ടിഫുൾ ആണെന്നുള്ളത്. ആ സങ്കല്പത്തിന് അവരത് ആദരിച്ച് അവരത് അമ്പലമായി അവരുടെ അമ്മയായി ഒക്കെ കണ്ട് ആഘോഷിക്കുന്നത് വലിയൊരു, അതെന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു വലിയ സന്തോഷം തോന്നി അതിനെ കുറിച്ച് കണ്ടപ്പം. പിന്നെ നമ്മൾ ഒരു കൃതി പഠിച്ചിട്ടുണ്ട്, കമലാംബ നവാവരണത്തിലെ മുത്തുസ്വാമി ദീക്ഷിതരുടെ. അതില് ശ്രീ കമലാംബികേ
शिवे पाहि मां ललिते श्री അങ്ങനെ വരും. അപ്പൊ അതിന്റെ ആ ചരണഭാഗത്ത് ശാകംഭരി ശാതോദരി ചന്ദ്രകലാധരി ശങ്കരി ശങ്കര ഗുരു ഗുഹ ഭക്തവ ശങ്കരി ഏകാക്ഷരി ഭുവനേശ്വരി ईश प्रिय करी श्रीकरी शुभ करी श्री महात्रिपुर सुंदरी श्री കമലാംബികേ. അപ്പൊ ഞാൻ ഓർത്തു ഈ വാക്ക്, ഈ പേര് നമ്മൾ ഈ കൃതിയിൽ പഠിച്ചിട്ടുണ്ടല്ലോ എന്ന് ഓർത്തു. താങ്ക് യു. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ ദിസ് ശ്ലോകം. ഉത്തർപ്രദേശിലെ സാഹറൻപൂർ ജില്ലയിലെ പ്രശസ്തമായ ശാകംഭരി ദേവി ക്ഷേത്രം ഉണ്ട് എന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഐതിഹ്യം, ഒരിക്കൽ ഭൂമിയിൽ വലിയൊരു വരൾച്ച ഉണ്ടാവുകയും ജീവജാലങ്ങൾ ഭക്ഷണവും വെള്ളവുമില്ലാതെ വലയുകയും ചെയ്തപ്പോൾ അത് മനസ്സിലാക്കിയ ദേവി 100 വർഷം നീണ്ടു നിൽക്കുന്ന തപസ്സിനൊടുവിൽ ദേവിയുടെ കണ്ണിൽ നിന്നും കണ്ണീരൊഴുകാൻ തുടങ്ങുകയും ആ കണ്ണുനീർ ആർക്ക് വേണ്ടിയാണ് തപസ് ചെയ്യണേ? ഭൂമിയിലുള്ള നമുക്കൊക്കെ വേണ്ടിയിട്ടാണ്. ആ കണ്ണുനീർ തുള്ളി വീണ് നദിയായി ഒഴുകിയതാണ് നയൻധാര എന്ന് പറയുന്ന ആ ഭാഗത്തൊഴുകുന്ന നദിയുടെ പേര്. ഉത്തർപ്രദേശിലെ സഹാറൻപൂരിലെ നയൻധാര, നയനം കണ്ണാണ്, നയൻധാര കണ്ണിൽ നിന്ന് ഒഴുകി വന്ന നദി എന്ന പേരിൽ തന്നെ അറിയപ്പെടുന്നുണ്ട്. അത് സിവാലിക് കുന്നുകളിൽ, പർവ്വതനിരകളിൽ ആണ് ഈ പുണ്യ സ്ഥലം. ശാകംഭരി തൻ്റെ ശരീരത്തിൽ നിന്ന് സസ്യങ്ങളും പച്ചക്കറികളും ഉത്ഭവിപ്പിച്ച് വിശപ്പടക്കുന്ന ദേവിയുടെ ആ പേരിൽ ഒരു ക്ഷേത്രം, ആ ദേവിയുടെ നദിയുടെ പേര്, ഇത് മനുഷ്യരുടെ ദുഃഖവും കഷ്ടപ്പാടുകളും ഒക്കെ മനസ്സിലാക്കി നമ്മളെ ആരാധകരെ ധരിക്കുന്ന, അവർക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു ദേവിയുടെ രൂപം നമുക്ക് കാണാൻ പറ്റും. ദക്ഷിണേന്ത്യയിൽ, ഇപ്പം രശ്മി പറഞ്ഞപ്പോൾ ദക്ഷിണേന്ത്യയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്, കർണാടകയിൽ ബദാമിക്ക് അടുത്ത്, ബദാമി വളരെ ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ്, ഒരു ബനശങ്കരി ദേവി. ആ ബനശങ്കരി എന്ന് പറയുന്നത് തന്നെ ശാകാംബരി എന്നും ഉത്തർപ്രദേശിൽ വിളിക്കുന്ന, ഉത്തര ഭാരതത്തിൽ വിളിക്കുന്ന, ഭാരതത്തിൻ്റെ മറ്റു പല ഭാഗത്തും വിളിക്കുന്ന ദേവിയുടെ അതേ ഐതിഹ്യത്തിൽ തന്നെ, അതേ കഥയിൽ തന്നെ ബദാമിയിൽ ബനശങ്കരി ദേവിയെക്കുറിച്ചും നിലവിലുണ്ട്. വരൾച്ച ബാധിച്ചു, അങ്ങനെ അസുരൻ വേദങ്ങളും തമ്മിൽ അപഹരിക്കുന്ന കാലത്ത് കുറേ ദുർമാർഗ അസുരന്മാർ വന്നിട്ട് അപഹരിച്ചു കൊണ്ടുപോയി, വരൾച്ച ഉണ്ടായി, മുനിമാരും ഭക്തന്മാരും ഒക്കെ ഭക്ഷണമില്ലാണ്ട് കഷ്ടപ്പെട്ടു, അത് കണ്ണുനീർ നദിയായി മാറി. അത് ശതാക്ഷി ദേവി, 100 കണ്ണുകളുള്ളവളാണ്. അപ്പോൾ ഭക്ഷണം നൽകിയ ദേവി വരൾച്ച മാറ്റിയ ശേഷം ശരീരത്തിൽ തന്നെ പച്ചക്കറികളും ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്ന തരത്തിലുള്ളൊരു പ്രതിഷ്ഠ, ശാകംഭരി പ്രതിഷ്ഠ ആ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതയായിട്ട് നമുക്ക് കാണാൻ പറ്റും. ബാഗൽകോട്ട് ജില്ലയിലാണ് ബദാമി. അത് ചോള രാജവംശത്തിൻ്റെ സ്ഥലങ്ങളിൽ വളരെ പ്രശസ്തമായിട്ടുള്ള ചോള ചഗുഡ എന്ന് പറയുന്ന ഒരു സ്ഥലം അതിനടുത്താണ്. വനശങ്കരി എന്ന പേര്, നമ്മൾ ബൻശങ്കരി ബാംഗ്ലൂരിലുള്ളൊരു സ്ഥലമാണ്. അതിൻ്റെ ഒറിജിനൽ ഈ തിലകാരണ്യ വനത്തിൽ ദേവിക്ക് വനശങ്കരി എന്നൊരു പേരുണ്ട്. വനശങ്കരി, വനദുർഗ എന്ന് നമ്മുടെ നാട്ടിലൊക്കെ വളരെ പ്രസിദ്ധമാണ് മലയാളത്തിൽ. ഈ പേരുകളൊക്കെ വനശങ്കരി ആയാലും വനദുർഗയായാലും ഒക്കെ ഈ ദുർഗയുടെ ഹരിദ്രമായ ഭാവം, ഹരിദ്ര തീർത്ഥം, ഇത് ഒരു കുളം ഉണ്ടാക്കി
അതിന് തൊട്ടടുത്ത് തന്നെ ഒരു നദിയായി മാറി അതിൽ നിന്നൊഴുകുന്ന വെള്ളം പുണ്യതീർത്ഥമായി കരുതി അതിന് ചുറ്റുമുള്ള ചെടികൾക്കൊക്കെ ഫലഭൂലങ്ങൾ തരാനുള്ള കഴിവുണ്ടാക്കി കൊടുത്ത്, അപ്പോൾ ഉത്തർപ്രദേശിലുള്ള സഹാറൻപൂരിലും ദക്ഷിണേന്ത്യയിലെ കർണാടകയിലുള്ള ശാകാംബരി ബനശങ്കരി എന്ന തീർത്ഥാടന കേന്ദ്രവും കേരളത്തിലുള്ള എല്ലാ വനദുർഗ നനദുർഗ ക്ഷേത്രങ്ങളും, വനദുർഗയുണ്ട് നനദുർഗയുണ്ട്, മഴ കൊള്ളുന്ന, ഇതൊക്കെ ശാകംബരിയുടെ വ്യത്യസ്തമായ ഭാവരൂപങ്ങളാണ്.